സ്നേഹിതരെ, സദൃശ്യവാക്യ പുസ്തകത്തിൻ്റെ ക്രമമായ പഠനത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണല്ലോ നാം. നൂറ്റാണ്ടുകൾക്കപ്പുറത്ത്, ഒരുപക്ഷെ സഹസ്രാബ്ദങ്ങൾക്കപ്പുറത്ത്, ജ്ഞാനി തലമുറകൾക്ക് പകർന്നു നൽകിയ ദൈവിക സന്ദേശം ഇന്നും ആധുനിക ലോകത്തിൽ നമ്മുടെ ധാർമ്മികതയും നൈതികതയും നിർണയിക്കുന്നതിൽ എത്ര സുവ്യക്തമായ പങ്ക് വഹിച്ചുകൊണ്ടിരിക്കുന്നു എന്നത് വളരെ ശ്രദ്ധേയമാണ്. സദൃശവാക്യത്തിൻ്റെ പഠനം അതുകൊണ്ട് തന്നെ ഇന്നും ഇനിയുമുള്ള തലമുറകൾക്കും വളരെ സാർത്ഥകമായ ഒരനുഭവമാണ്. ഇന്ന് അല്പസമയം ഒരുമിച്ച് ചിന്തിക്കുവാനും ധ്യാനിക്കുവാനും സദൃശവാക്യങ്ങൾ 16-ാം അധ്യായം 6-ാം വാക്യത്തിലേക്ക് നമുക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. ദയയും വിശ്വസ്തതയും കൊണ്ട് അകൃത്യം പരിഹരിക്കപ്പെടുന്നു. യഹോവ ഭക്തി കൊണ്ട് മനുഷ്യർ ദോഷത്തെ വിട്ടകലുന്നു. അകൃത്യവും അകൃത്യഭാരവും മനുഷ്യനെ എന്നും വളരെ ചിന്തിപ്പിക്കുകയും വേദനിപ്പിക്കുകയും ചെയ്ത ഒരു യാഥാർത്ഥ്യമാണ്. ഇന്നലെയുടെ പാപഭാരം വഹിച്ചു ജീവിക്കുക എന്നത് എത്ര ദുഷ്കരമാണ് എന്നത് അനേകം ജീവിത അനുഭവങ്ങളിലൂടെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അത്തരത്തിലുള്ള അനുഭവത്തിൽ എത്തി നിൽക്കുന്നയാൾ, പാപപരിഹാര യാഗത്തെക്കുറിച്ച് ചിന്തിച്ചു നിൽക്കുന്നയാൾ മനസ്താപപ്പെട്ട് ദൈവത്തിങ്കലേക്ക് തിരിയുകയാണെങ്കിൽ, നിങ്ങളുടെ അകൃത്യം എത്ര കടും ചുമപ്പായിരുന്നാലും അവയെ ഹിമം പോലെ വെളുപ്പിപ്പാൻ കഴിയുന്നൊരു ദൈവം ഉണ്ട് എന്ന ബോധ്യം, അതിന് നിദാനം ദൈവത്തിൻ്റെ ദയയാണ്, ദൈവത്തിൻ്റെ വിശ്വസ്തതയാണ്. ആ ദയ സ്വീകരിക്കുവാനായി നമ്മുടെ സത്യസന്ധതയാണ്. ദോഷം 4 ഭാഗത്തു നിന്നും മാടി വിളിക്കുന്ന ഒരു യാഥാർത്ഥ്യമധ്യേ ദോഷത്തെ വിട്ടകന്ന് ജീവിക്കുന്നത് എങ്ങനെയാണ്? മനുഷ്യനും ദൈവത്തിനും പ്രീതി നൽകുമാറ് ജീവിക്കുന്നത് എങ്ങനെയാണ്? അതിന് വളരെ സുവ്യക്തമായ ഒരു മാർഗരേഖ കൂടെ ജ്ഞാനി നൽകുകയാണ്. യഹോവ ഭക്തി കൊണ്ട് മനുഷ്യർ ദോഷത്തെ വിട്ട് അകലുന്നു. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ രൂപാന്തരത്തിൻ്റെ ചാലകങ്ങളാകുന്നത് ദൈവത്തിൻ്റെ ദയയാണ്, ദൈവത്തിൻ്റെ വിശ്വസ്തതയാണ്. നാം എത്രമാത്രം അവിശ്വസ്തത കാട്ടിയാലും കൈവിടാത്ത ഒരു ദൈവം, നമ്മെ വിട്ടുകളയാത്തൊരു ദൈവം, പാപത്തെ വെറുക്കുമ്പോഴും പാപിയെ സ്നേഹിക്കുന്നൊരു ദൈവം, ആ ദൈവത്തിൻ്റെ ദയയുടെ ആഴങ്ങൾ, വിശ്വസ്തതയുടെ ആഴങ്ങൾ തുടർന്ന് ജീവിതം ക്രമീകരിക്കുവാനായി നാം ചിന്തിക്കുമ്പോൾ യഹോവ ഭക്തിയുടെ പ്രാധാന്യം. തടവറയിൽ ഇരുട്ടിൻ്റെ നിമിഷങ്ങളിൽ രൂപാന്തരത്തിൻ്റെ അനുഭവത്തിലൂടെ കടന്നുപോയ ഒരു തടവുകാരൻ ഉണ്ടായിരുന്നു. അവൻ്റെ ജീവിതത്തിൽ ഇരുളേറിയ ഇന്നലകൾ, ചെയ്തതൊക്കെ ശരി എന്ന ചിന്തയിൽ ലഹരിയുടെ മഹാമാരിയിൽപ്പെട്ടു നനഞ്ഞുപോയ ഒരു മനുഷ്യൻ, അതിൻ്റെ പരിണിതമായി കൊലപാതകങ്ങൾ വരെ ചെന്ന് ചെയ്ത ഒരു മനുഷ്യൻ, താൻ ആരോ ആണ് എന്ന ഭാവത്തിൽ ചെയ്തത് തെറ്റാണെന്ന ബോധ്യം പോലും നഷ്ടപ്പെട്ട മനുഷ്യൻ തടവറയുടെ ഇരുളറയിൽ ആയിരുന്നപ്പോൾ അവൻ്റെ ജീവിതത്തിൽ ഒരു തരത്തിലുള്ള ശൂന്യതാബോധം വന്നു പതിച്ചു. ജീവപര്യന്തം തടവിനപ്പുറത്ത് ജീവിതത്തെക്കുറിച്ചും മരണത്തിനപ്പുറമുള്ള ജീവിതത്തെക്കുറിച്ചും അവൻ ആഴമായി ചിന്തിച്ച ചില നിമിഷങ്ങൾ. അതിലൊന്നിലാണ് തൻ്റെ സഹതടവുകാരനായിരുന്ന വ്യക്തി
ദൈവത്തിൻ്റെ ദയയെക്കുറിച്ച് അവനോട് സംസാരിച്ചത്. കാൽവരിയിലെ തൻ്റെ ഒപ്പം ക്രൂശിക്കപ്പെട്ട കള്ളനോട്, ഇന്ന് നീ എന്നോടുകൂടെ പറുദീസായിൽ ഇരിക്കും എന്ന് വാഗ്ദത്തം ചെയ്ത ദൈവകൃപ, തനിക്കെതിരെ ആർത്തു വിളിച്ച് പരിഹസിക്കുന്ന ഒരു ജനസമൂഹത്തെ നോക്കി, പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്നറിയായകൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്ന് യാചിക്കുന്ന ദൈവത്തിൻ്റെ വിശ്വസ്തത. ആ രണ്ട് വാക്കുകൾ, ദയയും വിശ്വസ്തതയും, ദയയും സത്യസന്ധതയും, അവൻ തൻ്റെ അകൃത്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുവാൻ പ്രേരിതനാക്കി. അകൃത്യങ്ങൾ പരിഹരിക്കപ്പെടുക എന്നത് ഒരു സാധ്യതയാണ് എന്നവൻ തിരിച്ചറിഞ്ഞു. പാപപരിഹാര യാഗങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതിന് പകരം മഹാത്യാഗത്തിൻ്റെ മുന്നിൽ അവൻ സ്വയം വിനയപ്പെട്ടു. ദയയും വിശ്വസ്തതയും കൊണ്ട് അകൃത്യം പരിഹരിക്കപ്പെടുന്നു എന്ന ആ വലിയ വാഗ്ദത്തം അവൻ്റെ ജീവിതത്തിൽ പുതുനാമ്പുകൾ, പുതു പ്രതീക്ഷകൾ ഉയർത്തി. മുമ്പോട്ടുള്ള ജീവിതത്തെ ഇനി നിർണയിക്കുന്നത് എങ്ങനെയാണ്? ഈ സദൃശവാക്യത്തിൻ്റെ 2-ാം ഭാഗം അവൻ്റെ ജീവിതത്തിൽ ശ്രദ്ധേയമായ സ്വാധീനമായി. യഹോവ ഭക്തി കൊണ്ട് മനുഷ്യർ ദോഷത്തെ വിട്ട് അകലുന്നു. ഒരുപാട് ദോഷങ്ങൾ, ഒരുപാട് പ്രയാസങ്ങൾ, ഒരുപാട് പ്രതിസന്ധികൾ മാടി വിളിക്കുമ്പോഴും യഥാർത്ഥത്തിൽ ദൈവഭക്തിയുണ്ടെങ്കിൽ ആ ദോഷത്തെ വിട്ട് അകന്ന് രൂപാന്തരപ്പെട്ടൊരു ജീവിതം, പുത്തനാരംഭങ്ങളുടെ ഒരു ജീവിതം, ദൈവഹിതപ്രകാരമുള്ളൊരു ജീവിതം സാധ്യമാണ് എന്ന ഒരു വലിയ അടിവരയിട്ടുള്ള ഓർമ്മപ്പെടുത്തലാണ് ആ തടവുകാരനെ സംബന്ധിച്ചിടത്തോളം സദൃശവാക്യം 16:6 നൽകിയത്. ദയയും ദൈവക്ഷമയും വളരെ അടുത്ത് നിൽക്കുന്ന രണ്ട് വേദശാസ്ത്രപരമായ യാഥാർത്ഥ്യങ്ങളാണ്. ദൈവത്തിൻ്റെ ക്ഷമ അത് ദയയിലും മനസ്സലിവിലും ആരംഭിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. നാം പാപികളായിരിക്കവേ തന്നെ നമ്മെ കാണുകയും അറിയുകയും സ്നേഹിക്കുകയും അകന്നുപോയ അവസ്ഥയിൽ എന്ന് മടങ്ങി വരും എന്ന് കാത്തിരിക്കുന്ന മുടിയനായ പുത്രന്റെ പിതാവിനെ പോലെ നമ്മുടെ മടങ്ങി വരവിന് വേണ്ടി, മനസ്താപത്തിന് വേണ്ടി, രൂപാന്തരത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു അപ്പന്റെ ചിത്രമാണ് ഇവിടെ നാം കാണുന്നത്. ദയയിൽ വിശ്വസ്തതയിൽ സാധ്യമാകുന്നത് ദൈവത്തിൻ്റെ വിശുദ്ധീകരണമാണ്. എത്രമാത്രം പാപപങ്കിലമായ ജീവിതമായാലും ശരി, പാപക്കറ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായാലും ശരി, ആ പാപപങ്കിലതയെയും പാപക്കറയെയും നീക്കിക്കളഞ്ഞ് വിടുവിക്കുവാനും വീണ്ടെടുക്കുവാനും കഴിയുന്ന, വിശുദ്ധീകരിക്കുന്ന ദൈവകൃപയുടെ ആഴങ്ങളാണ് ഇവിടെ നാം മുൻകാണുന്നത്. തെറ്റ് ചെയ്തവൻ ദൈവ തിരുസന്നിധിയിൽ നിൽക്കുവാൻ അയോഗ്യനായി മാറുമ്പോൾ ദൈവീകമായ ഇടപെടൽ കുരിശിലൂടെ അവൻ്റെ ന്യായീകരണത്തെ സാധ്യമാക്കുന്ന അനുഭവം. ക്രൂശിൽ നൽകപ്പെട്ട ആ വലിയ വില വിമോചന ദ്രവ്യമായി മാറി വിമോചനത്തിൻ്റെ അനുഭവത്തിലൂടെ കടന്നു പോകുന്നൊരു അനുഭവം. വീണ്ടെടുപ്പിൻ്റെ, രക്ഷയുടെ ആഴമേറിയ ചൂണ്ടുപലകകളായി മാറുകയാണ് ഈ സദൃശവാക്യം. വിശ്വസ്തത ദൈവത്തിൻ്റെ സ്വഭാവം എന്നതുപോലെ തന്നെ ദൈവത്തിൻ്റെ അളവുകോൽ കൂടെയാണ്. ഒരുപക്ഷെ സത്യം, സത്യസന്ധത എന്നതാണ് ആ വാക്കിന് കൂടുതൽ ഉചിതമായ വിവർത്തനം. സത്യം എപ്പോഴും തിന്മയെ, അസത്യത്തെ, പാപത്തെ വെളിപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. ദൈവത്തിൻ്റെ പ്രതീക്ഷകളെ നിരന്തരം ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. ദയയും സത്യസന്ധതയും ഒരുമിച്ച് നമ്മുടെ ജീവിതത്തിലേക്ക് ഇടപെടുമ്പോഴോ അത് രൂപാന്തരത്തിൻ്റെയും വിശുദ്ധീകരണത്തിൻ്റെയും സൗഖ്യത്തിൻ്റെയും അനുഭവത്തിലേക്ക് വഴി നടത്തും. ദയ സത്യം ഇല്ലാതെ ആണെങ്കിൽ അത് പാപത്തിന് ഒരു ഒഴിവുകഴിവാകും. സത്യം ദയയില്ലാതെയാകുന്നുവെങ്കിൽ അത് പാപിയെ വേദനാജനകമായ അനുഭവത്തിലേക്ക് തള്ളിയിടും. സത്യവും വിശ്വസ്തതയും ദയയും ഒരുമിച്ച് ചേരുമ്പോഴാണ്, ആ ഒരുമയിലാണ് വിശുദ്ധീകരണത്തിൻ്റെ, വീണ്ടെടുപ്പിൻ്റെ ആഴങ്ങൾ നാം കാണുന്നത്.
വളരെ വളരെ ആഴമേറിയ രണ്ട് വാക്കുകൾ: ദയയും വിശ്വസ്തതയും, കൃപയും സത്യവും. ഈ സദൃശവാക്യം അതുകൊണ്ട് തന്നെ വരുവാനിരിക്കുന്ന വീണ്ടെടുപ്പുകാരനിലേക്ക് അതിശക്തമായൊരു വിരൽ ചൂണ്ടി കൂടിയാണ്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിൽ വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ഈ ലോകത്തിന്റെ പ്രവൃത്തിയിൽ ഏറ്റവും കാതലായ രണ്ടാശയങ്ങളായി കൃപയും സത്യവും മാറുന്ന അനുഭവം നാം അവിടെ കാണുകയാണ്. ക്രിസ്തുവിൻ്റെ മുൻനിഴലായി ഈ സദൃശവാക്യം മാറുന്നത് അവിടെയാണ്. അനുതാപത്തിന് രണ്ട് കാര്യങ്ങൾ അടിസ്ഥാനപരമായ ആവശ്യമാണ്: തെറ്റു ചെയ്തു എന്ന് സമ്മതിക്കുന്ന അനുഭവം, കൃപയും ദയയും ക്ഷമയും സ്വീകരിക്കുവാനുള്ള വിനയത്തിൻ്റെ അനുഭവം. അതുകൊണ്ട് തന്നെ ആ അനുഭവം ഒരു പുത്തൻ ആരംഭത്തിൻ്റെ പ്രതീകമാകുമ്പോൾ അവിടെ നാം കാണുന്നത് ദൈവഭയം, ഭക്തി, ദൈവാശ്രയം, ദോഷത്തെ വിട്ടകന്ന് ജീവിക്കുവാൻ നമുക്ക് പ്രേരണയായി മാറുന്ന അനുഭവം. പാപത്തിന് പരിഹാരം ആവശ്യമാണ്. പാപത്തെ കണ്ടില്ല എന്ന് നടിക്കുവാൻ നമുക്കാകില്ല. പാപം നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായി കാർന്നു തിന്നുകൊണ്ടിരിക്കുന്നൊരു യാഥാർത്ഥ്യമാണ്. പാപവുമായി താതാത്മ്യം പ്രാപിച്ച് ജീവിക്കുവാൻ ആളുകൾ ഇഷ്ടപ്പെടുന്ന ഒരു ലോകത്തിൽ പാപത്തിൻ്റെ വഴി എന്നത് ദേവാലയങ്ങളുടെയും വിശുദ്ധിയുടെയും കൂടെ ഭാഗമായി തീരുന്ന ഒരു പശ്ചാത്തലത്തിൽ പാപത്തിൽ നിന്ന് വിമോചനം എന്നത്, പാപത്തിൽ നിന്ന് കഴുകിക്കളയൽ എന്നത് ശ്രദ്ധേയമായ ഒരു പദമാണ്. അതുകൊണ്ട് തന്നെ ഈ സദൃശവാക്യത്തിൻ്റെ പഠനത്തിൽ ഈ സദൃശവാക്യത്തിലെ ഓരോ വാക്കും പ്രസക്തമായി മാറുകയാണ്. ദയ, ഹെസദ് എന്ന എബ്രായ പദം കൃപ എന്ന് വിവർത്തനം ചെയ്യുന്ന, അനുകമ്പ എന്ന് മനസ്സിലാക്കുന്ന, നന്മ എന്ന് തിരിച്ചറിയുന്ന ദൈവഭാവമാണ്. സ്വന്തം കുഞ്ഞിനെ അവൻ എത്ര ചെളിപുരണ്ട അവസ്ഥയിൽ വീട്ടിലേക്ക് മടങ്ങിയെത്തിയാലും ആ ചെളിയെ കാണാതെ കുഞ്ഞിനെ കണ്ട് ആശ്ലേഷിക്കുന്ന അമ്മ ആ കുഞ്ഞിനോടുള്ള സ്നേഹം കൊണ്ട് എത്ര ആഴമേറിയ ചെളിയെയും കഴുകിക്കളയുവാൻ, അതിനെന്ത് വിലയും കൊടുക്കുവാൻ തയ്യാറായ അമ്മ. വളരെ അവഗാഹമായ ഒരു യാഥാർത്ഥ്യത്തിലേക്കുള്ള വിരൽ ചൂണ്ടലാണ് അവിടെ നാം കാണുന്നത്. ഹെസദ് ദൈവത്തിൻ്റെ ഭാവമാണ്. ദയ, കൃപ ദൈവത്തിൻ്റെ സ്വഭാവമാണ്. ആ ദൈവത്തെയാണ് നാം ആരാധിക്കുന്നത്. അഹ്മദ് എന്ന എബ്രായ പദം അത് പലപ്പോഴും വിശ്വസ്തത എന്ന് വിവർത്തനം ചെയ്യപ്പെട്ടിരിക്കുന്നു. പല ആവർത്തി അത് സത്യം എന്ന്, ട്രൂത്ത്, സത്യസന്ധതയെന്ന്, ട്രൂത്ത്ഫുൾനെസ് എന്ന് വിവർത്തനം ചെയ്യപ്പെട്ടിരിക്കുന്നു. ചിലയിടങ്ങളിൽ അത് വിശ്വസ്തത എന്ന് മനസ്സിലാക്കുന്നൊരു യാഥാർത്ഥ്യമാണ്. ചിലയിടങ്ങളിൽ അത് ദൈവത്തിൻ്റെ നിശ്ചയദാർഢ്യം എന്ന് നാം തിരിച്ചറിയുന്നൊരു അനുഭവമാണ്. ഹെസദ്, അഹ്മദ് രണ്ട് വളരെ ആഴമേറിയ യാഥാർത്ഥ്യങ്ങൾ. വാക്കുകൾ കൊണ്ട് വിവർത്തനം ചെയ്യുവാൻ കഴിയുന്നതിലും അവഗാഹമായ അർത്ഥതലങ്ങളുള്ള യാഥാർത്ഥ്യങ്ങൾ. ഇവ രണ്ടും ഒരുമിച്ച് ചേരുമ്പോഴാണ് അത് പാപ പരിഹാരത്തിന് കാരണമായി തീരുന്നത്. ആഓൺ എന്ന എബ്രായ പദം അത് അകൃത്യം എന്ന് മലയാളത്തിൽ വിവർത്തനം ചെയ്തിരിക്കുന്നു. വ്യതിയാനങ്ങൾ, ദൈവപ്രതീക്ഷയിൽ നിന്നുള്ള എല്ലാ വ്യതിചലനങ്ങളും പാപമാണ്. ദൈവഭാവത്തെ നമ്മിൽ നിന്ന് എടുത്തു കളയുന്ന എല്ലാ സ്വഭാവ വൈകൃതങ്ങളും പാപമാണ്. ആ അകൃത്യത്തിൻ്റെ ഭാരത്തെ, ആ അകൃത്യം നമ്മുടെ ജീവിതത്തെ അത് ഭംഗിയില്ലാതാക്കി കളയുമ്പോഴും നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധീകരണവും പുത്തനാരംഭവും ദൈവത്തിൻ്റെ കൃപയാൽ സാധ്യമാക്കുന്ന അകൃത്യത്തെ നീക്കിക്കളയുന്ന അനുഭവം. ഖൗഫാർ എന്ന എബ്രായ പദം പാപ പരിഹാരം എന്ന് തന്നെ നമുക്ക് വിവർത്തനം ചെയ്യുവാൻ കഴിയുന്ന ഒരു പദമാണ്. അത് അനുരഞ്ജനത്തിൻ്റെ അനുഭവത്തിൻ്റെ ആഴങ്ങളെ സൂചിപ്പിക്കുന്നൊരു പദമാണ്.
ദൈവവുമായി അകന്നുപോയ മനുഷ്യൻ, ദൈവത്തിങ്കലേക്ക് മനസ്താപപ്പെട്ട് തിരിയുന്ന, ദൈവത്തിൻ്റെ അടുക്കലേക്ക് ഓടിയണയുന്ന, ദൈവത്തിൻ്റെ ആശ്ലേഷ കരങ്ങളിൽ വീണ്ടും അർപ്പിക്കുന്ന അനുരഞ്ജനത്തിൻ്റെ ആഴങ്ങളാണ് അവിടെ നാം കാണുന്നത്. അവിടെ ക്ഷമയുടെ പല തലങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. നമുക്കെതിരെ എഴുതപ്പെട്ട എല്ലാ കുറ്റം ചാർത്തലുകളെയും മായ്ച്ചു കളയുന്ന ദൈവികമായ ഇടപെടലിൻ്റെ ചിത്രം നമുക്ക് കാണാനായിട്ട് കഴിയും. വിശുദ്ധീകരണത്തിൻ്റെ ആഴമാണ് ഈ പാപ പരിഹാരം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് പുത്തൻ ആരംഭങ്ങളുടെ പ്രതീകമാണ്. ഇറാ, ദൈവഭയം എന്ന് വിവർത്തനം ചെയ്യപ്പെട്ടിരിക്കുന്ന വാക്ക്, അത് വളരെ അവഗാഹമായ സ്നേഹത്തിൽ നിന്ന്, ദൈവത്തോടുള്ള ബഹുമാനത്തിൽ നിന്നുയരുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ആ സ്നേഹവും ആ ബഹുമാനവും നിലനിൽക്കുന്നിടത്ത് തീർച്ചയായും പാപത്തിന്, തിന്മയ്ക്ക്, ദൈവത്തിൻ്റെ ഹൃദയത്തെ നൊമ്പരപ്പെടുത്തുന്ന ഒരു സ്വഭാവത്തിനും സ്ഥാനമുണ്ടാവുകയില്ല എന്ന അനുഭവം. അതുകൊണ്ട് തന്നെയാണ് സൂർ, മാറി നിൽക്കുക, തിന്മയിൽ നിന്ന് ദൂരെ മാറി നിൽക്കുക, തിന്മയിൽ നിന്ന് തിരിഞ്ഞു നിൽക്കുക, തിന്മയിൽ നിന്ന് ദൂരത്താവുക, തിന്മയിൽ നിന്ന് മാറ്റപ്പെടുക എന്ന അകൃത്യ പരിഹാരത്തിന് നിദാനമായ അനുഭവങ്ങളിലേക്ക്, ദയയിലേക്ക്, വിശ്വസ്തതയിലേക്ക്, ആഴമേറിയ ദൈവകൃപയിലേക്ക് നമ്മുടെ ജീവിതത്തെ ചൂണ്ടിക്കാണിക്കുന്നത്. വീണ്ടെടുപ്പിൻ്റെ പാപപരിഹാരമാണ് ഞാൻ തന്നെ സത്യം എന്നരുളി ചെയ്ത ക്രിസ്തുവിങ്കലേക്കുള്ള വിരൽ ചൂണ്ടലാണ്. മനുഷ്യർ യഹോവ ഭക്തി കൊണ്ട് ദോഷത്തെ വിട്ടകലുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ നിദാനം സ്നേഹമാണ്. ഭക്തിയുടെ ഏറ്റവും ശ്രദ്ധേയമായ ഭാവം ദാസ്യഭാവത്തെക്കാൾ ഉപരി ഒരു സൗഹൃദഭാവമാണ്. അതൊരു ലാസ്യഭാവമാണ്, അതൊരു സ്നേഹഭാവമാണ്, അതൊരു പ്രേമഭാവമാണ്. എൻ്റെ പ്രിയനെപ്പോൾ സുന്ദരനായി ആരെയും ഞാൻ ഉലകിൽ കാണുന്നില്ല, മേലാലും ഞാൻ കാണുകയില്ല എന്ന് നമ്മെ പാടുവാൻ പ്രേരിപ്പിക്കുന്ന ആ ഭാവമാണ്, ആ ഭക്തിയാണ്. ആ പ്രിയതമന് ഇഷ്ടമില്ലാത്തത് ചെയ്യുവാൻ ഞാൻ തയ്യാറല്ല എന്ന് തീരുമാനിക്കുവാൻ എന്നെ പ്രേരിപ്പിക്കുന്നത്, എനിക്ക് ശക്തി പകരുന്നത്. അത് ദൈവത്തിൻ്റെ വിശുദ്ധിയെക്കുറിച്ചുള്ള ബോധ്യത്തിൽ നിന്ന് ഉണ്ടാകുന്നതാണ്. ഒരു നാൾ ദൈവ തിരുസന്നിധിയിൽ ഞാൻ കണക്ക് ബോധിക്കേണ്ടി വരുമെന്ന തിരിച്ചറിവിൽ നിന്ന് ഉണ്ടാകുന്നതാണ്. അത് ഞാൻ ചെയ്യുന്ന പ്രവൃത്തികളുടെ ഭവിഷ്യത്തുകളെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തൽ നിന്ന് ഉണ്ടാകുന്നതായിട്ടുള്ള ഒരു ഇടപെടലാണ്. ദൈവത്തിൻ്റെ പ്രീതി എൻ്റെ ജീവിതത്തിൽ അനിവാര്യമെന്ന തിരിച്ചറിവിൽ നിന്ന് ഉണ്ടാകുന്നതാണ്. എൻ്റെ ജീവിതത്തിൽ സാധ്യമായ അഹംഭാവങ്ങളിൽ നിന്ന് ഞാൻ വിടുവിക്കപ്പെടേണ്ട അനിവാര്യതയിലേക്കുള്ള വിരൽ ചൂണ്ടലിലൂടെയാണ്. പാപം, ആ പാപത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളിലേക്ക് എന്നെ മാടി വിളിക്കുന്ന പ്രലോഭനങ്ങൾ, ദോഷം അത് വളരെ നല്ല പുറം ചട്ടയണിഞ്ഞ് മാടി വിളിക്കുന്ന യാഥാർത്ഥ്യങ്ങൾ. ആ പ്രലോഭനങ്ങളിൽ വീണുപോകാതിരിപ്പാൻ മനുഷ്യനെ സഹായിക്കുന്ന, എന്നെയും നിങ്ങളെയും സഹായിക്കുന്ന ഏറ്റവും ശക്തമായ യാഥാർത്ഥ്യമാണ് ദൈവ ഭയമെന്ന് ഞാൻ ഈ ഓർമ്മപ്പെടുത്തുകയാണ്. താൽക്കാലികമായ ഈ ലോകത്തെ സന്തോഷങ്ങളെക്കാളുപരി നിത്യമായ യാഥാർത്ഥ്യങ്ങളിലേക്കും, ന്യായവിധിയുടെ യാഥാർത്ഥ്യങ്ങളിലേക്കും, നിത്യമായ സന്തോഷങ്ങളിലേക്കും വിരൽ ചൂണ്ടുന്ന ഒരു ഓർമ്മപ്പെടുത്തൽ കൂടെയാണ് ഇവിടെ. ജീവിതം അതെങ്ങനെ അർത്ഥവത്തായി ജീവിക്കുവാനായിട്ട് നമുക്ക് കഴിയും? വളരെ പ്രധാനപ്പെട്ട ആ ചോദ്യത്തിൻ്റെ ഉത്തരം തേടുക കൂടിയാണ് ഇവിടെ നാം കാണുന്നത്. ദൈവത്തോട് നിരക്കുന്ന അനുഭവം സഹജീവികളോട്, അയൽക്കാരനോട് നിരപ്പിൻ്റെ അനുഭവത്തിൽ ജീവിക്കുന്നതിന് ഏറ്റവും ശക്തമായ ഒരു സ്വാധീനമാണ്. പാപ പരിഹാരം എന്ന് നാം പറയുമ്പോൾ അത് സഹോദരനിൽ നിന്ന് അകന്നുപോയ അവസ്ഥയിൽ നിന്നും സഹോദരനിലേക്ക് മടങ്ങിച്ചെല്ലുന്നൊരു സാധ്യതയാണ്. സൃഷ്ടിയിൽ നിന്ന് അകന്നുപോയ അവസ്ഥയിൽ നിന്ന്
സൃഷ്ടിക്ക് ദോഷം ചെയ്യുന്ന അവസ്ഥയിൽ നിന്ന് സൃഷ്ടിയുടെ നന്മ മാത്രം കാക്ഷിക്കുന്ന അനുഭവത്തിലേക്ക് മടങ്ങിച്ചെല്ലുന്ന ഒരനുഭവമാണ്. അത് നമ്മുടെ സ്വഭാവത്തിൻ്റെ രൂപീകരണത്തിൻ്റെ അനുഭവമാണ്. പാപത്തിൽ നിന്ന്, ദോഷത്തിൽ നിന്ന് വിട്ട് അകന്ന് ജീവിക്കുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന ജീവിത യാഥാർത്ഥ്യങ്ങളാണ്. എങ്ങനെയാണ് നാം പാപത്തിൽ നിന്ന് പാപപരിഹാരത്തിൻ്റെ അനുഭവത്തിലേക്ക്, അകൃത്യത്തിൽ നിന്ന് ദോഷത്തെ വിട്ടകലുന്ന അനുഭവത്തിലേക്ക്, അകൃത്യത്തിൻ്റെ പരിഹാരവും ദോഷം വിട്ടകന്ന് ജീവിക്കുന്ന അനുഭവവും എങ്ങനെ സാധ്യമാകുന്നു എന്ന ചോദ്യമാണ് ഇവിടെ പ്രസക്തമാകുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ദൈവസ്നേഹം. ആ ദൈവസ്നേഹത്തിൻ്റെ ആഴങ്ങൾ, ആ ദൈവസ്നേഹത്തിൻ്റെ ആഴങ്ങളുടെ പ്രതിഫലനം ദൈവത്തിൻ്റെ ദയ, ദൈവത്തിൻ്റെ വിശ്വസ്തത. എത്രമാത്രം പാപം ചെയ്താലും, എത്രമാത്രം അകന്നുപോയാലും ആ പാപാനുഭവം കണ്ട് നൊമ്പരപ്പെടുന്നൊരു അപ്പൻ്റെ ഹൃദയം, ഒരമ്മയുടെ ഹൃദയമാണ് ഇവിടെ മനോഹരമായി വരച്ചു കാട്ടുന്നത്. വിട്ടുകളയാത്ത ദൈവത്തിൻ്റെ ദയ, മടങ്ങിവരവിന് വേണ്ടി കാത്തിരിക്കുന്ന ദൈവത്തിൻ്റെ ദയ, വീണ്ടെടുപ്പിന് വേണ്ടി എന്ത് മോചനദ്രവ്യവും കൊടുക്കുവാൻ തയ്യാറാകുന്ന ദൈവത്തിൻ്റെ ദയയുടെ ആഴങ്ങൾ നാം ഓർമ്മപ്പെടുത്തുകയാണ്. ആ ആഴങ്ങളിലേക്ക് തിരിഞ്ഞു ചെല്ലുമ്പോഴാണ് സുബോധത്തിൻ്റെ അനുഭവത്തിൽ പന്നി തിന്നുന്ന വാളവര പോലും ലഭിക്കാതിരിക്കുന്ന അവസ്ഥയിൽ ആ മുടിയനായ പുത്രൻ പറയുന്നത്, ഞാൻ എൻ്റെ അപ്പനോട് മാത്രമല്ല സ്വർഗത്തോടും പാപം ചെയ്തു. ഞാൻ ഇവിടെ നിന്ന് എഴുന്നേൽക്കും, മടങ്ങിച്ചെല്ലും. അപ്പനോടപ്പാ, ഞാൻ നിന്നോടും സ്വർഗത്തോടും പാപം ചെയ്തിരിക്കുന്നു. ഇനി നിന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടുവാൻ ഞാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞ് ഒരു വേലക്കാരനൊരുത്തനെ പോലെയെങ്കിലും എനിക്ക് നിന്നോടൊപ്പം പാർക്കണമെന്ന വാഞ്ചയോടുകൂടെ മടങ്ങി വരുന്ന അനുഭവം. ദൈവത്തിൻ്റെ ദയയുടെ ആഴങ്ങൾ നാം ആശ്ലേഷിക്കണമെങ്കിൽ പാപം നാം സമ്മതിക്കണം, പാപം നാം ഏറ്റുപറയണം, പാപത്തോട് നാം അനുതപിക്കണം. പാപത്തിലേക്ക് മടങ്ങിപ്പോകാതിരിക്കുവാൻ മനസ്താപത്തിൻ്റെ ആഴങ്ങളിൽ മനസ്താപത്തിൻ്റെ കണ്ണുനീർ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാകണം. ആ അനുഭവത്തിലാണ് ചെയ്തു പോയ പാപങ്ങൾ എങ്ങനെ പരിഹരിക്കപ്പെടും എന്ന ചോദ്യം. പാപപരിഹാരയാഗം എന്ന വളരെ ശക്തമായ വിരൽ ചൂണ്ടൽ പഴയ നിയമത്തിൽ നാം കാണുന്നത് കാൽവരിയിലെ ആ മഹാത്യാഗത്തിലേക്കാണ്, മഹായാഗത്തിലേക്കാണ്. നമ്മുടെ പാപങ്ങൾക്കെല്ലാം പരിഹാരമായി കാൽവരിയിൽ യാഗമായി തീർന്നവൻ ഇന്ന് ഓർമ്മപ്പെടുത്തുന്നത് അകൃത്യഭാരം അതെത്ര തന്നെ ഭാരമേറിയതായാലും ശരി പരിഹരിക്കുവാൻ പ്രാപ്തമായ, അകൃത്യത്തിൻ്റെ പരിഹാരത്തിന് പ്രാപ്തമായ ദൈവദയ, ദൈവത്തിൻ്റെ വിശ്വസ്തത നാം തിരിച്ചറിയണം എന്നുള്ളതാണ്. വിശ്വാസം ദൈവത്തിൻ്റെ വീണ്ടെടുപ്പിൻ്റെ ഇടപെടലിലേക്കുള്ള നമ്മുടെ വിശ്വാസം. ഞാൻ ഏതാഴക്കയങ്ങളിൽ വീണാലും എൻ്റെ കാൽ പാറമേൽ വീണ്ടും നിർത്തുവാൻ പ്രാപ്തനായവൻ ജീവിക്കുന്നു എന്ന ഉത്തമ ബോധ്യം നമ്മുടെ ജീവിതത്തിൽ. അത് ഒരു മടങ്ങിവരവിൻ്റെ സാധ്യത മാത്രമല്ല, അത് പുത്തൻ ആരംഭങ്ങളുടെ പുനഃസ്ഥാപനത്തിൻ്റെ അനുഭവം കൂടെയാണ്. സഖായിയെ, ഇറങ്ങിവാ, ഞാൻ ഇന്ന് നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു എന്ന് പറയുമ്പോൾ സഖായിയുടെ പ്രതികരണം വളരെ ലളിതമാണ്. ഞാൻ എന്തെങ്കിലും അന്യായമായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ മടക്കി കൊടുക്കുകയാണ് ഞാൻ 4 മടങ്ങ് മടക്കി കൊടുക്കുകയാണ് ഞാൻ എന്നുള്ളത് പ്രാർത്ഥനാ നിരതമായ ഒരു ജീവിതാനുഭവത്തിൻ്റെ ആഴമേറിയ യാഥാർത്ഥ്യമാണ് ഇവിടെ നാം കാണുന്നത്. ക്രിസ്തുവിനും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജ്ഞാനി വരച്ചു കാട്ടുന്ന ഈ വേദവാക്യം, സദർശവാക്യങ്ങൾ 16-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം, ജീവിതം ഇരുളേറിയതായി തോന്നിയ ഒരുപാട് പേർക്ക്, എല്ലാം അവസാനിച്ചു എന്ന് കരുതിയ ഒരുപാട് പേർക്ക് പുതിയ ആരംഭത്തിൻ്റെ വാതിലായി തീർന്ന വാക്യമാണ് എന്നതാണ് ഈ സദൃശവാക്യത്തിൻ്റെ പ്രസക്തി. ഇന്നും നമ്മുടെ ജീവിതങ്ങൾ അകൃത്യ ഭാരത്താൽ വരയുന്നുവെങ്കിൽ ഇങ്ങനെ പോരാ ജീവിതം. ദൈവപ്രതീക്ഷകൾക്കൊത്ത്, മനുഷ്യ പ്രതീക്ഷകൾക്കൊത്ത്, മനുഷ്യ നന്മയ്ക്കായി എൻ്റെ ജീവിതത്തെ പുനഃക്രമീകരണം ചെയ്യേണ്ടത് അനിവാര്യമാണ് എന്ന
ചിന്തയിൽ ഭാരത്തിൽ നാം ആയിരിക്കുന്നുവെങ്കിൽ പുത്തനാരംഭത്തിലേക്കുള്ള താക്കോൽ കൂട്ടമാണ് ഈ സദൃശവാക്യം എൻ്റെയും നിങ്ങളുടെയും കരങ്ങളിൽ ഏർപ്പെടുത്തുന്നത്. നിങ്ങളുടെ അകൃത്യം എന്തു തന്നെയായാലും അത് പരിഹരിക്കുവാൻ പ്രാപ്തനായ ദൈവം, ആ ദൈവത്തിൻ്റെ ഭാവമായ ദയ, ദൈവത്തിൻ്റെ വിശ്വസ്തത, ദൈവത്തിൻ്റെ സത്യം നിങ്ങൾ തിരിച്ചറിയണം. ആ ദയയും അനുകമ്പയും ഏതാഴക്കയങ്ങളിലും അരികിലെത്തി നിങ്ങളെ സ്നേഹിക്കുവാൻ, ചേർത്തണയ്ക്കുവാൻ, ഏതു തീച്ചൂളയിലും നിങ്ങളുടെ അരികിലെത്തി നിങ്ങളെ മാറോടണയ്ക്കുവാൻ, ഏതു സിംഹക്കുഴിയിൽ നിന്നും നിങ്ങളെ വീണ്ടെടുക്കുവാൻ കഴിയുന്നൊരു ദൈവം, കാറ്റിനെയും കടലിനെയും ശാന്തമാക്കുവാൻ ശക്തനായ ദൈവം, ആ ദൈവത്തിൻ്റെ ദയയുടെ ആഴങ്ങൾ കാൽവരിയിൽ നാം പ്രതീകാത്മകമായി കണ്ട വിശ്വരൂപം ഈ ദയയുടേത് നമ്മുടെ ജീവിതത്തിൽ പുതിയ ആരംഭങ്ങളുടെ സാധ്യതയാണ്. ദൈവത്തിൻ്റെ ദയ, ദൈവത്തിൻ്റെ വിശ്വസ്തത, അതുകൊണ്ട് എല്ലാ അകൃത്യവും പരിഹരിക്കപ്പെടുന്നു എന്നുള്ള വളരെ ശക്തമായ ഒരു പാഠമാണ് ഇവിടെ നാം കാണുന്നത്. അതിനുശേഷം എങ്ങനെ നമ്മുടെ ജീവിതത്തെ പുനഃക്രമീകരിക്കാം, തിന്മയും ഇരുളും നമ്മുടെ ജീവിതത്തെ വീണ്ടും കാർന്നു തിന്നുവാനായി കടന്നു വരുമ്പോൾ എങ്ങനെ നമുക്ക് കവചമുയർത്താം, എങ്ങനെ കൃപയാൽ നമുക്ക് കോട്ട തീർക്കാം, എങ്ങനെ നമുക്ക് നീതിയിൽ ജീവിക്കാം, എങ്ങനെ നമുക്ക് പ്രകാശത്തിൽ ജീവിക്കാം, എങ്ങനെ നമുക്ക് നന്മയിൽ ജീവിക്കാം എന്ന വളരെ കാതലായ ചോദ്യങ്ങൾ ഉയരുമ്പോൾ അതിനുത്തരമാണ് യഹോവ ഭക്തി, ആഴമേറിയ ദൈവസ്നേഹം, ദൈവത്തോട് ചേർന്നുള്ള ജീവിത അനുഭവം. ജ്ഞാനി അത് വളരെ മനോഹരമായി നമുക്ക് പറഞ്ഞു തന്നു. യഹോവ ഭക്തി കൊണ്ട് മനുഷ്യർ ദോഷത്തെ വിട്ടകലുന്നു. പ്രിയരെ, അനേകരുടെ ജീവിതത്തിന് രൂപാന്തരദായകമായ ഈ സദൃശവാക്യം ഒരുപക്ഷെ ഇന്ന് ഞാനും നിങ്ങളും ഒരുമിച്ച് വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്നത് ആ സദൃശവാക്യത്തിന് നമ്മുടെ ജീവിതങ്ങളെ, നമ്മുടെ കുടുംബങ്ങളെ തന്നെ രൂപാന്തരപ്പെടുത്തി നന്മയുടെ ആഴങ്ങളിലേക്ക് കൊണ്ടുവരുവാൻ കഴിയും എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. സദൃശവാക്യങ്ങൾ 16-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിലേക്ക് ഒരിക്കൽ കൂടി നമുക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. ദയയും വിശ്വസ്തതയും കൊണ്ട് അകൃത്യം പരിഹരിക്കപ്പെടുന്നു. യഹോവ ഭക്തി കൊണ്ട് മനുഷ്യർ ദോഷത്തെ വിട്ടകലുന്നു. ദൈവവചനത്തിൻ്റെ ആഴവും പൊരുളും ഇതിലും സുവ്യക്തമായി ഗ്രഹിക്കുവാൻ സർവജ്ഞാനത്തിൻ്റെയും ഉറവിടമായ ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെയും നിങ്ങളുടെയും മനസ്സുകളിൽ തുടർന്നും വ്യാപരിച്ചുകൊണ്ടിരിക്കട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ലോകം സമാധാനത്തിൽ ജീവിപ്പാൻ സഹായിക്കട്ടെ. ആമേൻ.